യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഞാനിവിടെ എന്നാ ഇപ്പം വന്നു വെച്ചാൽ നമുക്കൊരു മല്ലീൻ്റെ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഒരു ഇതാണ് മല്ലിയായത്. ഇത് പൊതിർത്തിട്ട് ഇന്നലെ പൊതിർത്തതാണ്. ഒരു ദിവസം ഫുള്ളായിട്ട് പൊതിർക്കുക. എന്നിട്ട് ഇത് അരിച്ചിട്ട് ഞാൻ ബാഗിൻ്റെ അകത്തേക്ക് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കൂടെ ആക്കിയിട്ടുള്ളത്. ഇത് വേണ്ട ഇത്ര പോരെ ഞാൻ പൊതിർത്തിട്ടുണ്ട്. ഇത് വാങ്ങിയിട്ട് ഇതിനിപ്പം കണ്ടില്ലേ, ഇങ്ങനെ പൊതിർത്തിട്ട് മുളപ്പിച്ചാൽ ശരിക്കും നല്ലോണം മുളക്കും. ഒരു ദിവസം മുഴുവൻ ഫുള്ളായിട്ട് പൊടിപ്പിക്കാണ്ട് വെച്ചാൽ വേഗം മുളക്കൂല. വേണ്ട ഇത്ര പനിയുണ്ട് കണ്ടില്ലേ. ഇതൊന്ന് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഇനിയിപ്പം നമുക്ക് പിന്നെ നടാലോ. ഇതിപ്പം കാണിച്ചു തരാമല്ലോ. ഇതിപ്പോൾ ഞാനിവിടെ ഈ ബാഗിൽ പ്രോട്ടീൻ മിക്സർ നിറച്ച് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ നിറച്ച് വെച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാനിങ്ങനെ നടുന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒരു ചാല് വീഴുക. ആ ചാലിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, കുറേശ്ശെ നുള്ളി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അത് ശരിയാവില്ല. കണ്ടില്ലേ, ഇതേപോലെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കിട്ടില്ല, ഇത് ചെരിഞ്ഞ് വീണ് പോകും. കുറച്ച് ആഴത്തിൽ ഇട്ട് കൊടുത്ത് മാത്രമേ നന്നായി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെയാണ് ഞാൻ പാവുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ ഉണ്ടാ. ഇങ്ങനെയാണ് ഞാൻ പാവുന്നത്. മല്ലി തൈ പൊടിപ്പിക്കാൻ പാവുന്നത്. കണ്ടില്ലേ, ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മല്ലി മാത്രം മതി ഇത് മുളപ്പിക്കാൻ വെക്കാൻ. വേറെ ഒന്നും വാങ്ങണ്ട. അത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു ദിവസം പൊതിർത്തിട്ട് ഇത് മുളപ്പിക്കുക. ഒരു ദിവസം പൊതിർത്തിട്ട് ഇതേപോലെ പായി പൊടിപ്പിച്ചാൽ മതി. എന്നാൽ നമുക്കത് പൊടിച്ച് കിട്ടും. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഇത് മുളച്ച് വരും. കണ്ടില്ലേ, ഇതിങ്ങനെ ഇടണം. ഇതേപോലെ നല്ലത് കൃത്യമായിട്ട് മുളക്കും. ഇത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ മഴയത്ത് വെക്കാൻ പറ്റില്ല. മഴയത്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ തേച്ചും ചീഞ്ഞ് പോയി. ചെറിയ ശക്തി ഉണ്ടാവില്ല. ആദ്യമൊന്നും മല്ലിച്ചപ്പിന് അങ്ങനെ ശക്തിയൊന്നും ഉണ്ടാവില്ല. അന്നേരം ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് മഴക്ക് ഇതായിപ്പോവും. മഴക്ക് ആടി വലിഞ്ഞു പോകും. കണ്ടാ, ഇതേപോലെ നട്ടിട്ട് ഇങ്ങനെ അമർത്തട വെക്കുക. കണ്ടില്ലേ, ഇതുപോലെ അമർത്തി വയ്ക്കുക. ഇനിയിപ്പോൾ ഒരു ഇതും കൂടി വേണം. ഒന്നിനും കൂടി ഞാൻ എടുക്കട്ടെ. ഒരു പ്രോട്ടീൻ മിശ്രിതത്തിൻ്റെയും കൂടി ഞാൻ എടുക്കട്ടെ. ഒരു ബാഗും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതിലും കൂടി നട്ടിട്ട് കാണിച്ചു തരാം. ഇതിലും കൂടി നട്ടേ. ഇതിലെല്ലാം കുറേശ്ശെ ഇടട്ടെ. ഇതും കൂടി നട്ടിട്ട് കാണിച്ചു തരാം. ഇതെല്ലാം നമുക്ക് പൊടിയൊന്നും പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതി. അതിന് ഇഷ്ടം പോലെ ഉണ്ടാവും. പാടൊന്നും നടണ്ട, കുറേശ്ശെ നട്ടാൽ മതി. ഒരുപാട് നടുന്നുണ്ടെങ്കിൽ നട്ടാലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. നമുക്കിപ്പം പ്രശ്നം ഉണ്ടാവുമല്ലോ. കുറേശ്ശെ നടുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം അത് നോക്കാനും പറ്റും. ഒരുപാട് വേണമെന്നൊന്നുമില്ല. കുറച്ച് നട്ട് നമ്മൾ ആദ്യം നട്ട് നോക്കുക. എന്നിട്ട് നമുക്കത് പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ കുറേ നടാൻ പറ്റൂ. നടാതെ എന്നാൽ എന്താ വെച്ചാൽ ഒന്നും തകരാറ് വരില്ല. ഉണ്ടല്ലേ, ഇത് മണ്ണിന് പുറത്തായാലുണ്ടല്ലോ മുള വരുമ്പോൾ പിന്നെ അത് അടിച്ച് ചാഞ്ഞു പോകും. ഒരുപാടായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആടുന്നത്. ഉണ്ടാ, ഇങ്ങനെ ഒരു വരിയായിട്ട് നമ്മൾ ചാല് ഊരിയിട്ട് തന്നെ നട്ടു കൊടുത്താൽ അതിലങ്ങനെ അവിടെ നിന്നു പോകും. കണ്ടില്ലേ,
5-6 ദിവസം കൂടി മുളച്ച് കിട്ടും. ഇല്ല 2 ബാഗിൽ ഞാനിപ്പം നട്ടിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി ഞാൻ വേറെ ബാഗിൽ നടാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഇനിയിപ്പോൾ എല്ലാവർക്കും നിങ്ങളെല്ലാം ഇത് കണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾ നട്ട് കൊടുത്തിട്ട് നിങ്ങൾ പൊടിപ്പിച്ച് നോക്കുക. പൊടിപ്പിച്ചിട്ട് അതിൽ കൂടുതൽ തൈയുണ്ട് നിങ്ങൾക്ക് വേടിക്ക് പറിച്ച് നടാം. കൂടുതൽ പൊടിച്ച് കിട്ടിയാൽ നന്നായി കിട്ടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ പൊടിപ്പിച്ച് നോക്കുക. 5-6 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ അത് മുളക്കും. മുളച്ചിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ നട്ടിട്ടാണുള്ളത്. നാളെ ഞാൻ ഇത് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പോരാതെ ഹൈപ്പും കൂടി അടിക്കുക. നാളെ ഇത് ചെറിയൊരു വീഡിയോ ആണ്, ചെറിയ കുഞ്ഞു വീഡിയോ ആണ് ഇത് അത്രക്കൊന്നും സമയം വേണ്ട. നിങ്ങളെല്ലാവരും കാണണം, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം. അത് മറന്നു പോറ്. ലൈക്കും സബ്ബും പിന്നെ ഹൈപ്പും നിങ്ങൾ മറന്നു പോറ്. കമൻറ്റ് വിടണം. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോയി യൂട്യൂബിന് റെക്കമെൻഡേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായി ചെയ്യണം. എനിക്കത്തിൽ നിങ്ങളോട് പറയാം. നിങ്ങളെല്ലാം ആ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ എനിക്ക് വീടുന്ന ഇത് നിങ്ങൾ സപ്പോർട്ട് നിങ്ങൾ ചെയ്തു തരണം. എനിക്കത്തിൽ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.